യോ ഗൈസ്, സണ്ണി ദിയോളിൻ്റെ ജാട്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. സംഭവം സ്റ്റാർട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരു പക്ക ആക്ഷൻ മാസ് എന്റർടൈനർ എന്ന രീതിയിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ എത്തി നല്ല ബിൽഡപ്പ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ സണ്ണി ദിയോളിൻ്റെ ഒരു ബിൽഡപ്പ് ആയിട്ട് ഇൻട്രോ ആണെങ്കിലും നമ്മുടെ വില്ലനായിട്ട് വരുന്ന രൺദീപ് ഹൂഡയുടെ ബിൽഡപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ രൺദീപ് ഹൂഡയുടെ ക്യാരക്ടർ ആർക്ക് ഭയങ്കര ഷോക്കാവും. അവിടെ പടം ഡൗൺ ആവും. പിന്നെ പടം ഒരു പോയിന്റിൽ പോലും ലിഫ്റ്റ് ആവില്ല. എന്ന് വെച്ചാൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റും ഇല്ല, ഒരു ഹൈ മൊമെന്റ്സ് ഇല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണുന്നതല്ലാതെ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടൊന്നും പടത്തിലില്ല. പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേ ഭയങ്കര ഷോക്കാവും. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ഡൗൺ ആവുമ്പോൾ തന്നെ പിന്നെ അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടിയായിരുന്നു ഫുൾ പടത്തിൽ. ഇങ്ങനത്തെ ഒരു ആക്ഷൻ എന്റർടൈനർ ഫുൾ മാസ് ത്രില്ലർ പടത്തിന് വേണ്ടത് ഒരു കിടിലൻ സ്ക്രീൻ പ്ലേ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടരുത്. നമ്മൾ ഫുൾ ഹുക്ഡ് ആയിരിക്കണം, ഫുൾ എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. സംഭവം ഇടയ്ക്ക് വെച്ച് രൺദീപ് ഹൂഡയുടെ ക്യാരക്ടർ ആർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർ ബിൽഡ് ചെയ്ത് വന്ന് അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് പോയി. അവിടെ നിന്ന് പടം ഫുൾ അവരുടെ കയ്യിൽ നിന്ന് പോയി, ഫുൾ ഷോക്കായി. പീസ്.